അപ്പോൾ ഇതൊരു ഗിവ് അവേൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വരച്ചുകൊണ്ട് ഗിവ് അവേനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യാൻ ആകെ കുറച്ച് കളേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ബ്ലാക്ക് കളർ, ഒരു ബ്രൗൺ കളർ, പിന്നെ ഒരു ഓറഞ്ച് കളർ, പിന്നെ യെല്ലോ, കുറച്ച് വൈറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ആക്രിലിക് വെച്ച് വരച്ചാലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുക നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആക്രിലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ ആക്രിലിക് വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ്, പ്ലെയിൻ ബ്ലാക്ക് കംപ്ലീറ്റായി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്ന മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്യുക. അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓറഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്യുക. ദെൻ യെല്ലോ എടുക്കുക. യെല്ലോ എടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്ത പോലെ അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആക്ച്വലി നമ്മളിവിടെ ഗിവ് അവേനെ കുറിച്ച് പറയാനാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അത് പറയാൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഒരു ഗിവ് അവേ ചെയ്യാനുള്ള വലിയ ചാനലൊന്നും ആയില്ല എന്ന് തോന്നുന്നു എൻ്റെത്, അല്ലേ? അപ്പോൾ ഇതൊരു ചെറിയ ഗിവ് അവേ ആണ്. അത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കൊടുക്കുന്നൊരു ഗിവ് അവേ ആണ്. അപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ബിഗിനേഴ്സായിട്ടുള്ള കൊച്ചു ആർട്ടിസ്റ്റുകളൊക്കെ ആണ് കേട്ടോ. ഒരു 3 പേർക്ക് മാത്രം കേട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താ വെച്ചാൽ ഡോംസിൻ്റെ ബ്രഷ് പെന്നും പിന്നെ എൻ്റെ എല്ലാ ഡ്രോയിങ്സിലും കാണുന്ന ഒരു വൈറ്റ് ജെൽ പെന്നുമാണ് ഈ 3 പേർക്കും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഡോംസിൻ്റെ ബ്രഷ് പെന്ന് വേണ്ട, മീൻസ് അത് വേണ്ട, അതിന് പകരം ഡോംസിൻ്റെ കളർ പെൻസിൽ മതിയെങ്കിൽ അത് ഓക്കെ. അത് നിങ്ങളുടെ സജഷൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിയ റൂളൊന്നുമില്ല. ഈ വീഡിയോൻ്റെ അണ്ടറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, എന്തെങ്കിലും റാൻഡം കമൻറ്റ്സ് മതി. അപ്പോൾ ഞാൻ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് 3 പേരെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ മാത്രം പങ്കെടുത്താൽ മതി കേട്ടോ. കാരണം വളരെ ബിഗിനേഴ്സായിട്ടുള്ളവർക്കുള്ള സാധനമാണല്ലോ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൽ പങ്കെടുത്താൽ മതി. ഞാൻ വലിയൊരു യൂട്യൂബറൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പിലും നമുക്ക് വലിയ വലിയ ഗിവ് അവേയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ ഗിവ് അവേ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ചാനൽ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അയ്യോ, അത് റൂളല്ല കേട്ടോ, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ ഈ ചാനലിനൊരു ഇൻസ്റ്റഗ്രാമും ഉണ്ട് കേട്ടോ. അത് ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് ഫോളോ ചെയ്തോ കേട്ടോ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല. അതുപോലെ ഈ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എന്തെങ്കിലും വരച്ചിട്ട് എനിക്ക് അയച്ചൊക്കെ തന്നോ കേട്ടോ. ഫോളോ ചെയ്യണമെന്നൊന്നും പറയില്ല കേട്ടോ, കാരണം ഞാൻ അതിലങ്ങനെ ആക്റ്റീവ് ഒന്നല്ല. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേൻ്റെ റൂൾസും ഗിഫ്റ്റൊക്കെ. ഓക്കെ, എന്താണ്, ജസ്റ്റ് ഈ വീഡിയോൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗിവ് അവേയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നമുക്ക് നോക്കാം ഇത് സക്സസ് ആവുമെന്ന്. കമൻ്റൊക്കെ ഇടാൻ ഞാൻ നിങ്ങൾക്ക് കുറേ സമയം തരുന്നുണ്ട് കേട്ടോ. ജൂൺ 1 വരെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാൻ ടൈം തരുന്നുണ്ട്. അതായത് ജൂൺ 1 വരെ കമൻ്റ് ഇട്ടവരുടെ കമൻറ്റുകളിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ജൂൺ 1 ശേഷം ഞാൻ കമൻറ്റ് നോക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഇത് സക്സസ് ആവുമോ അതോ ഫെയിലാണോ എന്നൊക്കെ. അപ്പോൾ കമൻ്റ് ഇട്ട് തുടങ്ങിക്കോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എൻ്റെ ചാനലൊന്നും അങ്ങനെ ആരും കണ്ടിരിക്കാൻ വഴിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. എൻ്റെ വീഡിയോ അവരും കൂടെയൊക്കെ കാണട്ടല്ലേ, അവരും കൂടെ പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ ബൈ.